ഹലോ കൂട്ടുകാരെ, അപ്പോളേ ഇന്ന് നമുക്കൊരു കോഴി ചുടാൻ കുയ്യ ഉണ്ടാക്കാം കേട്ടോ. കോഴി ചുടാനുള്ള പരിപാടിയാണ്. അപ്പോൾ കോഴിയൊക്കെ കൊണ്ടുവന്ന് സാധനമൊക്കെ സെറ്റായി കൊടുക്കുകയാണ്. മസാലകളൊക്കെ ഇങ്ങനെ റെഡിയാക്കാം കേട്ടോ. ചുടലെന്താണെന്നൊന്നും അറിയില്ല, നമ്മളൊരു ഇതിനനുസരിച്ച് ചുടുകയാണ്. അപ്പോൾ കോഴിയൊക്കെ ക്ലീൻ ചെയ്ത് മസാലകളൊക്കെ ഇങ്ങനെ റെഡിയാക്കി മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂട്ടി മിക്സ് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ ഒരു പ്രത്യേകമായിട്ട് നമുക്കറിയുന്ന മാതിരി ഒന്നും ഉണ്ടാക്കണം. ഇതെങ്ങനെ ഉണ്ടാക്കലെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാ സാമ്പിളൊക്കെ നമ്മൾ ഉണ്ടാക്കി നോക്കാം, നമ്മൾ തന്നെ കഴിക്കാനില്ല അല്ലേ. അപ്പം ഒന്ന് സാമ്പിൾ നോക്കപ്പോൾ മസാലകളൊക്കെ കൂട്ടി ഒരു കോഴീൻ്റെ ഫുള്ള് കോഴി കൊണ്ടുവന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്കറിയുന്ന മസാലയൊക്കെ കൂട്ടിങ്ങാണ്ട് ഉള്ളി, തക്കാളി, നാരങ്ങ, മല്ലിച്ചപ്പ് അങ്ങനെ സാധനങ്ങളൊക്കെ കൂട്ടി കോഴിൻ്റെ ഉള്ളിലോട്ട് നിറക്കാനുള്ള പരിപാടി. അപ്പം അതിനുള്ള മസാലകളൊക്കെ ഇങ്ങനെ മിക്സ് ആക്കുക. ചപ്പ്, പൊടിന് ഇതെല്ലാം പാടത്തിൻ്റെ ഉള്ളിലൊക്കെ നിറക്കാം. കോഴിൻ്റെ പുറം ഭാഗം വരെയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അതിലൊക്കെ മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ. കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് മസാല പിടിച്ചതിന് ശേഷം വേണം നമുക്ക് അതിലൊക്കെ പൊടിഞ്ഞെടുക്കാം. മസാല ഒക്കെ നിറച്ച് കൊടുക്കാം കേട്ടോ. തക്കാളി എല്ലാ സാധനവും അതിൻ്റെ ഉള്ളിൽ മസാല നിറക്കാം. ഇങ്ങനെയാണ് ഉണ്ടാക്കലെന്ന് അറിയില്ല, നമ്മളതായ രീതിയിൽ ഉണ്ടാക്കാൻ കേട്ടോ. ആരും ട്രൈ ചെയ്ത് നോക്കരുത്, നമ്മൾ സ്വന്തം ഇഷ്ടത്തിനുണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നാരങ്ങ എല്ലാം സെറ്റുണ്ടാക്കി എന്താവുകയെന്നറിയില്ല. അപ്പോൾ നമ്മൾ കുഴിയൊക്കെ കുത്തിയിട്ട് ചിരട്ടൊക്കെ നിറച്ച് തീയൊക്കെ കത്തിച്ച് തണലാക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇതിൻ്റെ മസാലകളൊക്കെ പിടിപ്പിച്ച് നല്ല പൊതിഞ്ഞ് റെഡിയാക്കി ഫോയിൽ പേപ്പറിലൊക്കെ ചുറ്റി മണ്ണൊക്കെ കുഴച്ച് സെറ്റാക്കിയിട്ട് വേണം ഇത് വെക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓരോ പണിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. മസാലയൊക്കെ ഇങ്ങനെ നിറച്ച് നല്ല സെറ്റാക്കണം. കോഴിയൊക്കെ ഫുള്ള് ദമ്മായിട്ടോ. ഇനി ഇത് കുറച്ചും കൂടി മസാല അതിൻ്റെ പുറത്തൊക്കെ തേക്കാനുണ്ട്. മസാലകൾ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് ചുട്ടെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കണലുണ്ടാക്കേണ്ട പരിപാടിയിലാണ്. ഒരു മസാല ഉണ്ടാക്കുന്നുണ്ട്. കുഴിയെടുത്തെടുത്ത് നമ്മൾ ചിരട്ടയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് തീയൊക്കെ ഇട്ട് ചേറാക്കട്ടെ. മസാലയൊക്കെ റെഡിയായി വരുമ്പോഴപ്പോൾ നമ്മൾ കുഴിയൊക്കെ റെഡിയായി കണലൊക്കെ ഉണ്ടാക്കി അതിൽ വേണം വെക്കാൻ. അപ്പോൾ അതിൻ്റെ പണിയിലാണ്. വാഴൻ്റെലൊക്കെ വെട്ടിക്കൊണ്ടുവരാൻ പോകണ്ട. വാഴ വെട്ടിക്കൊണ്ടുവന്നൊന്ന് വാട്ടിയെടുക്കണം. അതിൽ വേണം ഫോയിൽ പേപ്പർ വെച്ച് പൊതിയാൻ. ചിക്കനൊക്കെ ചുട്ടെടുക്കാന്ന് പറഞ്ഞാലൊക്കെ എങ്ങനെയാണെന്നറിയില്ല, കുറച്ച് റിസ്ക് ഉണ്ടാവില്ലേ. എന്തായാലും നമ്മൾ തീയിടാം, കണലാവട്ടെ. അപ്പോഴൊക്കെ മസാലയൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ. ചിക്കൻ്റെ പുറത്തൊക്കെ ഒന്ന് മസാല തേച്ച് ഗാർണിഷിലൊക്കെ എൻ്റെ മുകളിൽ തന്നെ വെച്ച് കെട്ടി ദമ്മാക്കി വെക്കാം. ദമ്മായതിനു ശേഷം നമുക്ക് കണലായി വരട്ടെ.
എങ്ങനെ ഉണ്ടാവും എന്നൊന്നൊരു ഐഡിയ ഇല്ലല്ലോ. നമ്മളങ്ങോട്ട് ഉണ്ടാക്കി തന്നെയാണ്, എല്ലാം ഉണ്ടാക്കിയിട്ടല്ലേ പഠിക്കുക. അപ്പം അങ്ങനെ വാഴൻ്റെ ഇലയിൽ വെച്ചിങ്ങാണ്ട് പൊതിയല്ല പരിപാടി. അതൊക്കെ പൊതിഞ്ഞതിന് ശേഷം ഫോയിൽ പേപ്പർ ചുറ്റി മണ്ണൊക്കെ തേച്ച് പിടിപ്പിച്ച് ഇനി വാഴൻ്റെ ഇലയിൽ വെച്ചിട്ട് കണലിലേക്ക് എടുത്ത് വെക്കാം. അല്ലെങ്കിൽ ഇത് എടുക്കാൻ കിട്ടില്ല കേട്ടോ. മണ്ണ് വന്നപ്പോൾ ഭയങ്കര വെയിറ്റായി. തീയിലേക്ക് ഇറക്കി വെക്കുക. നല്ല പുകയുണ്ട്, അവിടെ കിടക്കട്ടെ. ഇനി നമുക്കിതിൻ്റെ പുറത്ത് വിറകൊക്കെ ഇട്ട് കത്തിക്കണം കേട്ടോ, എന്നാലേ ഇപ്പോൾ ഇത് ചൂടായി വരുള്ളൂ. കുറച്ച് വിറകൊക്കെ ഇട്ടിക്കണം. കണൽ വേണ്ടേ, ചിരട്ടയും വിറകും എല്ലാം പാടെ ഇട്ടാണ്ട് കത്തിച്ച് നല്ല കണലായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഹാഫ് വേവൊക്കെ ആയിട്ടുണ്ടാവും. ഏതായാലും കുറച്ച് കഴിയട്ടെ, തീയൊക്കെ ഒന്ന് കെട്ട് ആറിയിട്ട് നമുക്ക് പതുക്കെ ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. എന്തായിക്കണമെന്നറിയില്ല, സാമ്പിൾ പരീക്ഷണമല്ലേ. മെല്ലെ മെല്ലെ ഇങ്ങനെ എടുത്ത് നോക്കാം പൊട്ടാതെ. നല്ല ചൂടാട്ടോ, എൻ്റെ അടുത്തൊന്നും നിൽക്കാൻ കഴിയില്ല, ഇത്രയും ചൂടുണ്ട് ഇപ്പോഴും. കരിഞ്ഞിക്കണോ അറിയില്ല. എന്തായാലും പുറത്തെടുത്ത് നോക്കാം. കണലായി ഉണ്ടോ, പുറത്തെടുത്ത് വെച്ചിട്ട് ഇനി നമുക്കിത് ഒരു ഇലയിലേക്ക് മാറ്റണം. മണ്ണും ചെളിയൊന്നും ആകാതെ നല്ല പൊളിച്ചെടുക്കാം. ചൂട് കൊണ്ട് എവിടെയും തൊടാൻ പറ്റുന്നില്ല കേട്ടോ, വെറും ചൂടാ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കൈ പൊള്ളാണ്, തൊടാൻ വയ്യ. പാത്രമൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഉള്ളിലെ അവസ്ഥ എന്താണെന്നറിയില്ലല്ലോ. കാണാനുള്ള ആകാംക്ഷയിൽ നിൽക്കട്ടെ എല്ലാവരും. വാഴൻ്റെലൊക്കെ ആകെ വെന്തം പോയിക്കണം കേട്ടോ. കെട്ടൊക്കെ ഒന്ന് അയച്ചു നോക്കാം. ഇതിന്മേലൊന്നും തൊടാൻ വയ്യട്ടോ, ഇതൊക്കെ പെരും ചൂടാണ്. കഴിച്ച് നോക്കി ഒന്നൊരു കഷ്ണം കഴിച്ച് നോക്കിയാലേ അപ്പോൾ അതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. നല്ല വെന്തിട്ടുണ്ടാവണം, ഇത്രയും ചൂടുണ്ടാവുമ്പോൾ. കരിഞ്ഞ് വെക്കണോ അറിയില്ല. ഏതായാലും ആയി കണ്ട് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. വെച്ചതേപോലെ തന്നെ ഉണ്ട്, വെന്തിട്ടില്ലേ. കഷ്ണം എടുത്ത് നോക്കിയാലേ പറയാം. വേവാതിരിക്കാൻ ചാൻസ് ഇല്ല, പക്ഷേ കളർ ചേഞ്ചൊന്നും വല്ലാതെ അങ്ങോട്ട് വന്നിട്ടില്ല. ഏതായാലും ഒരു കഷ്ണം മുറിച്ച് നോക്കാം. നല്ല വേവായിക്കണം കേട്ടോ, പഞ്ഞി മാതിരി ആയിക്കണേ കണ്ടോ, നല്ല പഞ്ഞി പോലെ ഉണ്ട്.